എവരിവൺ, വെൽക്കം ടു എക്സാം വൈ USS ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മൾ USSന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് കമന്റിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം എന്താ ചോദിച്ചാൽ, USSന് വേണ്ടി നല്ല ക്ലാസ്സുകളൊക്കെ കിട്ടുന്നുണ്ട്, വെന്റിയൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ ഭയങ്കര രസമുണ്ട്. പക്ഷേ USS എക്സാം ആവും തോറും ഞങ്ങൾക്ക് ടെൻഷൻ ആവുന്നു, സ്ട്രെസ് ആവുന്നു, എങ്ങനെയാണ് പഠിക്കേണ്ടത് മനസ്സിലാവുന്നില്ല, ആകെ ഒരു ടെൻഷൻ അടിച്ചിട്ട് പഠിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റുഡൻസിനോട് പ്രത്യേകിച്ചും അതുപോലെ തന്നെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് USS ഈസി. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് USS. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായി വിചാരിച്ച് ഞങ്ങൾ തരുന്ന ക്ലാസ്സുകളും അതുപോലെ തന്നെ ഷോർട്സും മോക്ക് ടെസ്റ്റുകളും എല്ലാം കൃത്യമായി അറ്റൻഡ് ചെയ്ത് നിങ്ങൾ കൃത്യമായി ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ USS എക്സാം എന്ന് പറയുന്നത് വളരെ ഈസിലി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വലിയ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, നമ്മൾ എക്സാമിൻ്റെ തലേന്നൊന്നും അല്ലല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, എക്സാമിൻ്റെ തലേന്നാണ്, നാളെയാണ് എക്സാം, ഇനിയിപ്പോൾ പഠിക്കാനൊന്നും സമയമില്ല, ഒരുപാട് പഠിക്കാനുണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നും അല്ല ഇപ്പോൾ നമ്മളുള്ളത് അല്ലേ. നമുക്ക് ഒരുപാട് ദിവസങ്ങളുണ്ട്, ആഴ്ചകളോളം നമുക്കുണ്ട്. ഫെബ്രുവരിയിലാണ് എക്സാം, അതും ഫെബ്രുവരി അവസാനത്തോട്ടാണ് എക്സാം. അപ്പം നമുക്ക് ഒരുപാട് ആഴ്ചകളുണ്ട്, എന്ന് വെച്ചാൽ സമയമുണ്ട്, നമുക്ക് പഠിക്കാൻ കുറച്ചൊക്കെ ഉണ്ട്. ആ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് തീർക്കാൻ മാത്രമുള്ള സമയം നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിൽ കുറച്ച് സമയമുണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യമൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സമയം ഏകദേശം ഓക്കെയാണ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കുന്നതിലൊക്കെ കാര്യമുണ്ട്. ഇപ്പോഴേ നിങ്ങൾ കൃത്യമായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, USS എടുക്കാൻ പറ്റും. ഇത് നമ്മൾ വെറുതെ പറയുന്നല്ല, വെറുതെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ പറയല്ല, മറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ USSന് വേണ്ടി ഇതുപോലെ ഫ്രീ കോച്ചിങ് ഒക്കെ നൽകിയാണ് ഒരുപാട് സ്റ്റുഡൻസിന് USS കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ്, നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി അത് പറ്റാൻ വേണ്ടി അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ ഒരു കാര്യം, പ്ലാൻ യുവർ ടൈം. ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാറ്റിവെക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, പ്ലാൻ യുവർ ടൈം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് USS കുറേ ആളുകൾക്ക് കിട്ടും അല്ലേ, എല്ലാവരും നിങ്ങൾക്കറിയാം. USS സ്കോളർഷിപ്പ് കുറച്ച് കുട്ടികൾക്കൊക്കെ കിട്ടും, ചില ആളുകൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആവും. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ വർഷം കിട്ടിയവരൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ USS കിട്ടിയവർക്കും കിട്ടാത്തവർക്കും എല്ലാവർക്കും 24 hours തന്നെയാണുള്ളത്. USS എക്സാം പ്രഖ്യാപിച്ചതിന് ശേഷം അവർക്ക് എല്ലാവർക്കും ഉള്ള ടൈം സെയിം ആണ്. പക്ഷേ എന്നിട്ടും ചില ആളുകൾക്ക് കിട്ടി, ചില ആളുകൾക്ക് കിട്ടിയിട്ടില്ല. എന്താ കാരണം? അവരുടെ ബ്രെയിൻ ഭയങ്കര, കിട്ടിയവർക്കൊക്കെ ഭയങ്കര ബ്രെയിൻ, ഭയങ്കര ബുദ്ധി, അങ്ങനെയാണോ? അല്ല, എല്ലാവർക്കും നോർമലായിട്ടുള്ള ഒരു ആവറേജ് ആളുകൾക്ക് തന്നെയാണ് USS കിട്ടാറുള്ളത്. പിന്നെ എന്താ വ്യത്യാസം എന്ന് പറയുന്നത്, കിട്ടിയ ആളുകൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയും ആ ടൈം പ്ലാൻ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് അറിയാം, എത്ര ദിവസം ഉണ്ട് നമുക്കറിയാം, എത്രത്തോളം ടൈം നമുക്ക് പഠിക്കാൻ എടുക്കുമെന്നുള്ളത് നമുക്കറിയാം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അതേപോലെ തന്നെ ഡെയിലി ഷെഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്വയം തന്നെ ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മുടെ എക്സാം വൈയിലൊക്കെ ക്ലാസ് ഷെഡ്യൂളിനനുസരിച്ച് വരുന്നുണ്ട്, അത് നിങ്ങൾ കാണണം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂടാതെ നമുക്കൊരു ഷെഡ്യൂൾ വേണം. ഇന്ന ടോപ്പിക്സ് ഇന്ന സമയത്ത് നമ്മൾ തീർക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡെയിലി ഷെഡ്യൂൾ നമുക്ക് ഉണ്ടാവണം. അതാദ്യം നമ്മൾ ചെയ്യുക, ഓരോ ആഴ്ചയിലും എത്ര കവർ ചെയ്യും എന്നുള്ളത്. അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ടോപ്പിക്സ് ബേസ്ഡ് ഓൺ ഡിഫിക്കൽറ്റി. നിങ്ങൾക്ക് ചില ആളുകൾക്ക് മാത്സ് ആയിരിക്കും ഡിഫിക്കൽട്ട്, ചില ആളുകൾക്ക് വേറെ പലതും ആയിരിക്കും ഡിഫിക്കൽട്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ, അതിന് കുറച്ചധികം സമയം കൊടുത്ത് നല്ല ടൈം അതിന് കൊടുക്കുക. അപ്പം രാവിലെ പഠിക്കുന്ന കുട്ടികൾ, ചില ആളുകൾക്ക് രാവിലെ ആയിരിക്കും നന്നായി തലയിൽ കയറുക അല്ലേ, ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന കാര്യം അവിടേക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് നല്ല രൂപത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. ആ രൂപത്തിലുള്ള പ്ലാനിങ് ആണ് ഏറ്റവും പ്രകാരം. ഓക്കെ, പ്ലാനിങ് ആണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാനിങ് ഏറ്റവും നന്നായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഡെയിലി. വെറുതെ ഇങ്ങനെ കുറേ ക്ലാസ് കേൾക്കുക, കുറേ വായിക്കുക, കുറേ വായിച്ചുകൊണ്ടേ ഇരിക്കുക, അതല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം, അല്ലാതെ വെറുതെ പോയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് മാത്രം കഴിയില്ല. കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ തിയറി മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കണം. ആ പഠിച്ചതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നതിന് പകരം നമ്മുടെ ചാനലിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഷോർട്ട് വീഡിയോസ് ആയിട്ടും അതുപോലെ തന്നെ 1 minute 1 mark ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുക, നിങ്ങൾ കാണുക. ഇപ്പോൾ കുറേ ടോപ്പിക്സ് അതിൽ കവർ ചെയ്യും. ആ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനം. USS എക്സാം പാറ്റേണിൽ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും, നെറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലും, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ തന്നെയുള്ള ഷോർട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ഒരുപാട് 1 minute 1 mark ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. ഓരോ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പിന്നെ ഓരോ ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഷോർട്സ് കാണുമ്പോഴുള്ള ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ ചെറിയ സമയം അല്ലേ, അത്രയും ചെറിയ സമയം കൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണ് അല്ലേ.
കുറേ സമയമൊന്നും എടുക്കില്ല, ഒരുപാട് സമയം എടുക്കില്ല. കുറച്ചൊരു 5 മിനിറ്റ് എടുത്താൽ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിൽ വളരെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു രൂപമാണ് ഈ ഷോർട്സ്, നമ്മുടെ ചാനലിലുള്ള ഈ ഷോർട്സ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവുക, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ USS കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ രജിസ്റ്റർ ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. 5 പൈസ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫീ ആയിട്ട് ഇടുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നോക്കാൻ പറ്റും. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പഠിച്ചു നമുക്ക് ഒരു അറിവുണ്ടാവില്ല. നമ്മൾ കുറേ വായിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അതൊന്നും ആയിരിക്കും USSന് വരിക, അങ്ങനെയൊന്നും ആയിരിക്കില്ല അതിൻ്റെ പാറ്റേൺ ഉണ്ടാവുക. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റത്തെ മോക്ക് ടെസ്റ്റ് ചിലപ്പോൾ ഭയങ്കര ബാക്കിലായിരിക്കും, പക്ഷെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എങ്ങനെ പഠിക്കേണ്ടത്, ഏത് രൂപത്തിൽ പഠിച്ചാലാണ് മുന്നോട്ട് വരാൻ പറ്റുക, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുക മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ വഴി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോച്ചിങ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ പറ്റും. അതൊക്കെ കൃത്യമായി അറ്റൻഡ് ചെയ്ത് ആ രൂപത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. വെറുതെ കുറേ ഇങ്ങനെ വായിച്ചു പോവുക, കുറേ ക്ലാസ് ഇങ്ങനെ കേട്ട് പോവുക എന്നുള്ളതിനപ്പുറത്ത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പഠനം ഒരു രസമില്ലാത്തൊരു സാധനമായ നമ്മുടെ തലയിൽ കയറൂല, ഭയങ്കര പെട്ടെന്ന് ബോറടിക്കും. അത് ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചില പരമാവധി രസകരമായി പഠിക്കും. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പരമാവധി രസകരമായി പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് മെൻറ്റി ക്വിസുകൾ, അല്ലേ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെൻറ്റി ക്വിസുകൾ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. അറ്റൻഡ് ചെയ്യാത്തവർ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഗ്രൂപ്പിൽ ആദ്യം ജോയിൻ ചെയ്യുക, അതിലുള്ള മോക്ക് ടെസ്റ്റുകളും മെൻറ്റി ക്വിസുകളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുക. മെൻറ്റി ക്വിസുകളൊക്കെ ആകുമ്പോൾ എന്താ ചോദിച്ചാൽ ഒരു മെൻറ്റി ക്വിസിൽ തന്നെ ഒരുപാട് ഏരിയാസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ ബോധപൂർവമാണ് അത് കവർ ചെയ്തത്, അല്ലാതെ മെൻറ്റി ക്വിസാണ് വെറുതെ രസത്തിന് വേണ്ടി കളിക്കുന്നതല്ല. അതിൽ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ പതിയും, കാരണം നിങ്ങൾ നേരിട്ട് കളിച്ച് പഠിക്കുകയാണ്, അല്ലേ? അപ്പോൾ ആ രൂപത്തിൽ ഒരു ഫണ്ണോടുകൂടി പഠിക്കാൻ കൂടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് സ്റ്റഡി സെഷൻസ്. നമ്മുടെ സ്റ്റഡി സെഷൻസ് ഡിവൈഡ് ചെയ്ത് അത് ഒരുമിച്ച് ഒരു 5-6 മണിക്കൂർ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരു പോമോഡോറോ ടെക്നിക്ക്, അല്ലേ? ഇപ്പം ഒരു 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റിൽ ഒരു ബ്രേക്ക് എടുക്കുക. ആ രൂപത്തിലൊക്കെ ഉള്ള പല സ്റ്റഡി ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെയും അതുപോലെ തന്നെ എക്സാം ബൈ ലേണിംഗ് എന്ന് പറയുന്ന ചാനലിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ റെഫർ ചെയ്തുകൊണ്ട് സ്റ്റഡി ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഈ രൂപത്തിലൊക്കെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് USS വളരെ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങളിവിടെ റെഡിയാണ്. എക്സാം ബൈ USS ചാനൽ എന്ന് പറയുന്നത് USS നേടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ അത് എന്താണോ നിങ്ങൾക്ക് ആവശ്യം, ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ്, ക്ലാസ്സുകൾ കൂട്ടണോ എങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ലൈവ് സെഷൻസ് കൂട്ടണോ, മെൻറ്റി കൂട്ടണോ, ഏതാണോ നിങ്ങൾക്ക് ആവശ്യം അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അതെന്ത് ചെയ്യാം, പരമാവധി നല്ല രൂപത്തിൽ തന്നെ USS എക്സാമിൻ്റെ അന്ന് വരേക്കും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ ഒരു നിലക്കും പേടിക്കേണ്ട കാര്യമില്ല, ഒരു നിലക്കും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ സയൻറ്റിഫിക്കലി പറയുന്ന ഇത്തരത്തിലുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ, പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ USS നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കാലം നിർത്തി കളയുക, അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ക്ലാസ് കാണുമ്പോൾ വേറെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരിക. നിങ്ങൾ കൃത്യമായി എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ടൈം നിശ്ചയിച്ച് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും USS കിട്ടും. അതിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ അനുഭവം അതാണ്. ഒരുപാട് ഫീഡ്ബാക്സ് ഒക്കെ നമുക്ക് ആ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ടില്ല. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നന്നായി പ്ലാൻ ചെയ്യുക. നല്ല രൂപത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് USS നേടിയെടുക്കാം. ഓക്കെ, താങ്ക് യു.